എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ഒരു കുഞ്ഞു മോൾക്ക് വേണ്ടി നൂലുകെട്ടിനുള്ള ഡ്രസ്സാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് വേണ്ടിയാണ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ എത്രയൊക്കെ മീറ്റർ ക്ലോത്തൊക്കെ എടുത്തിട്ടുണ്ടെന്ന് കാണിക്കാം. ഫസ്റ്റ് കാണിക്കണത് ഇതൊരു ടിഷ്യൂ മെറ്റീരിയലാണ് കേട്ടോ, ഗോൾഡൻ ടിഷ്യൂ. ഇതൊരു 1/2 മീറ്ററാണ് എടുത്തേക്കണേ. പിന്നെ കേരള ടിഷ്യൂ 1 മീറ്റർ എടുത്തിട്ടുണ്ട്. പോളി കോട്ടൺ 1 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ലൈനിങ് 1 മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. യോക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് 14.5 ഇഞ്ച് വീതിയും 13.5 ഇഞ്ച് നീളമുള്ള ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് 4ആയിട്ട് മടക്കിയിടാം. മൂന്നര ഇഞ്ചാണ് ഷോൾഡർ എടുത്തേക്കണേ. 3.5 ഇഞ്ച് തന്നെയാണ് ആം ഹോൾ എടുത്തേക്കണത് കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് എടുത്തേക്കണത് 4.5 ഇഞ്ചാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ 13.5 ഇഞ്ച് നീളം 14.5 ഇഞ്ച് വീതിയിൽ തുണി മടക്കിയിട്ടാണ് യോക്ക് ലെങ്ത് നമുക്ക് കറക്റ്റ് 6.5 തന്നെ കിട്ടും. പിന്നെ യോക്കിൻ്റെ വിഡ്ത്ത് എടുത്തേക്കണത് 4.25 ഇഞ്ചാണ്. ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ തയ്യൽ തുമ്പ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇഞ്ച് എടുക്കാം. ഞാൻ ഇവിടെ 1.5 എടുത്തേക്കണേ. ആം ഹോൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ കണ്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നെക്ക് വിഡ്ത്ത് എടുത്തേക്കണത് ഞാൻ 1.25 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുത്തേക്കണത്. നെക്ക് ലെങ്ത്ത് എടുത്തേക്കണത് 1.5 ഇഞ്ചുമാണ്. ജസ്റ്റ് ബോക്സ് പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് നമ്മൾ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മളതിങ്ങനെ ആം ഹോള് നമ്മൾ കർവ് വരച്ചിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് നമ്മൾ നെക്കും റൗണ്ട് നെക്ക് തന്നെയാണ് വെക്കണത്, അതും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. യോക്കിൻ്റെ അടിവശം ഒന്ന് ജസ്റ്റ് കർവ് ചെയ്ത് വെട്ടണമായിരുന്നു, ഞാനത് മറന്നുപോയി. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ അതും കൂടി ശ്രദ്ധിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഒരു 1/2 ഇഞ്ച് കയറ്റി അടിഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് കയറ്റി വരച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് പീസ് നമ്മൾ മെയിൻ ഫാബ്രിക് ടിഷ്യൂ ഫാബ്രിക് 4ആക്കി മടക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 4ആയിട്ട് മടക്കിയിട്ടാണ് നമുക്ക് 2 പീസ് കിട്ടിക്കോളും. യോക്ക് പോർഷനിൽ നമ്മൾ പോളി കോട്ടൻ്റെ ഒരു പീസാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക് 2ആക്കി മടക്കിയിട്ടിട്ട് അതിൻ്റെ വീതിയും നമുക്ക് എത്രത്തോളം നീളം വേണോ, ഞാൻ ഇവിടെ 5.5 ഇഞ്ചാണ് എടുത്തേക്കണത്. അപ്പോൾ 5.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് വീതിയാണ് കിട്ടിയിരിക്കണത്. അപ്പോൾ അത് നമുക്ക് പോളി കോട്ടണിൽ വെട്ടിയെടുക്കാം. ഇവിടെ ഞാൻ നമുക്ക് 2 പീസ് വേണം. 2 പീസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ അളവിൽ തന്നെ വെട്ടിയെടുത്തേക്കണേ. നിങ്ങൾക്ക് 4 മടക്കാക്കി വെട്ടാണെങ്കിൽ ഒരുമിച്ച് 2 പീസ് കിട്ടിക്കോളൂ കേട്ടോ. ഈ ലെങ്ത്തിൻ്റെ കൂടെ 5.5യുടെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 6 ഇഞ്ചിൽ വേണം നിങ്ങൾ ഒരു കുടത്തിൻ്റെ ഷേപ്പിലാണ് വരച്ചെടുക്കണേ. അതുപോലെ ആ ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ 2 പീസിനെ നല്ല വശങ്ങൾ ഫേസ് ചെയ്യണ രീതിക്ക് വെച്ചിട്ട്
എല്ലാ സൈഡും മോൾ ഭാഗം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഒരു 2 വട്ടമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തോളൂ, കാരണം അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഒന്ന് പിന്നി പോരാൻ സാധ്യതയുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ ആ സ്റ്റിച്ചുമ്പോൾ തൊടാണ്ട് ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മറിച്ചിടാം. ഈ പീസിൻ്റെ സെൻറ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ സെൻറ്ററും നമ്മുടെ ഇതിൻ്റെ സെൻറ്ററും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഞാൻ ധോരി ത്രെഡാണ് കേട്ടോ കെട്ടിനായിട്ട് എടുത്തേക്കണത്. അതൊരു 22 ഇഞ്ചിൻ്റെ 4 പീസ് വേണം. അങ്ങനെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശവും അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ലൈനിങ്ങും, അന്ന് ഈ ലൈനിങ്ങിൻ്റെ മെയിൻ ഫാബ്രിക്കിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ധോരി ത്രെഡും വെച്ചിട്ട് വേണം ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ വെച്ചിട്ട് നമുക്ക് എല്ലാ വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ധോരി ത്രെഡ് വന്ന ഭാഗത്തൊരു 2-3 അടിപ്പ് ഇട്ടോളൂ, കാരണം അത് പെട്ടെന്നൊന്നും പൊട്ടിപ്പോരരുതല്ലോ. അപ്പോൾ നല്ലോണം സ്റ്റിച്ച് ചെയ്ത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാക്കി എക്സസൈസായിട്ട് നിൽക്കണ ഫാബ്രിക്കൊക്കെ കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗവും നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ നെക്കിൻ്റെ ഭാഗം ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മറിച്ചിടാം. നോച്ചസ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരിക്കലും കൊള്ളരുത്. അപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റിച്ച് ചെയ്തതൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കൊള്ളാണ്ട് വേണം നോച്ചസ് ഇടാനായിട്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്കിതൊന്ന് മറിച്ചിടാം. ഇത് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലേസ് വെച്ച് കൊടുക്കണം. ലേസ് ജസ്റ്റ് ഇതുപോലെ പുറത്തേക്കോടെ വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി. ലേസ് നിങ്ങൾ അറ്റാച്ച് ചെയ്യണേക്ക് മുന്നേ ആ തുമ്പ് ഭാഗം ജസ്റ്റ് ഒന്നിങ്ങനെ ഉരുക്കുക എന്തെങ്കിലും ചെയ്ത്, അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡും നല്ല വശത്തിൻ്റെ മേളിൽ ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ധോരി ത്രെഡും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എല്ലാ വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് മറിച്ചിടാം. അങ്ങനെ ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ അടിഭാഗത്തേക്ക് 1 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തേക്കണേ. ആ ടിഷ്യൂ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് മടക്കിയിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണം, കട്ട് ചെയ്യാൻ എളുപ്പത്തിന്. അങ്ങനെ നമുക്ക് 8.5 ഇഞ്ചിലാണ് ഞാൻ ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കണത്. കറക്റ്റ് ലെങ്ത്ത് നമുക്ക് 10 ഇഞ്ചാണ് വേണ്ടത്. പക്ഷേ നമുക്ക് പോളിക്കോട്ടൻ്റെ ആ പീസിൽ ഒരു 2.5 ഇഞ്ച് നമുക്ക് വരും. അപ്പോൾ നമുക്കിവിടെ 8.5 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ അടിയിൽ ആ പീസ് വെച്ചടിക്കാൻ 1/2 ഇഞ്ചും മുകളിൽ യോക്ക് പോർഷനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി 7.5 ഇഞ്ച് ഉണ്ടാവും. ഈ 7.5 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് പോളിക്കോട്ടൻ്റെ അവിടുത്തെ 2.5 ഇഞ്ചും കൂടി വരുമ്പോൾ നമുക്ക് കറക്റ്റ് 10 ഇഞ്ചായിട്ട് ലെങ്ത്ത് കിട്ടും കേട്ടോ. ലൈനിങ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കറക്റ്റ് 10 ഇഞ്ച് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഇതെടുക്കാം. മെയിൻ ഫാബ്രിക് എടുക്കുമ്പോൾ ഈ അടിയിലെ പീസിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ലൈനിങ് ഞാനിവിടെ 10 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് താഴ്ഭാഗത്തേക്ക് നമുക്ക് ഫ്രിൽസ് ഇടണ്ടേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് 4 ഇഞ്ച് വീതിയിൽ നമുക്ക് കുറച്ച് പീസസ് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ 3 ഇഞ്ച് ആദ്യം കട്ട് ചെയ്തിട്ട്, പക്ഷേ അടിഭാഗമൊക്കെ അടിച്ച് വന്നപ്പോൾ തീരെ വീതി കുറഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 4 ഇഞ്ചെങ്കിലും
എടുക്കണം കേട്ടോ. 4 ഇഞ്ച് വീതം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗത്തുള്ള ടിഷ്യൂ ഫാബ്രിക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ എത്രത്തോളം ഇൻടേക്ക് കൊടുക്കണം, നമുക്ക് കറക്റ്റായിട്ട് പ്ലീറ്റ്സ് ഇടാനായിട്ടുള്ള ഫോർമുലയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ 2 ഭാഗത്തേക്കും. അതുപോലെ തന്നെ ലൈനിങ് പീസും പ്ലീറ്റ്സ് ഇട്ടെടുക്കാം. അപ്പോൾ ഇതാണ് 4 ഇഞ്ചിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചായിരുന്നത്. ഇതുപോലെ ചെറുതാക്കി നമുക്ക് 2 ഭാഗവും അടിവശവും മോൾവശവും ഇതുപോലെ നല്ല ചെറുതാക്കിയിട്ട് തന്നെ മടക്കി അടിച്ച് കൊടുക്കാം കേട്ടോ. മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ 1/2 ഇഞ്ചിൽ കൂടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞു ഫ്രിൽസ് പോലിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണതൊന്നും ഞാൻ വീഡിയോ കാണിക്കണില്ല കേട്ടോ, അപ്പോൾ ലെങ്ത് ഒരുപാട് കൂടിപ്പോവും. നമ്മുടെ ടിഷ്യൂ ഫാബ്രിക്കായിട്ട് നമുക്ക് 2 ഭാഗത്തും ബാക്കിലും ഫ്രണ്ടിലും അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ യോക്ക് പോർഷനും താഴത്തെ ഭാഗവും കൂടി അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് 2ൻ്റെയും നല്ല വശങ്ങൾ ഫേസ് ചെയ്യണ രീതിക്ക് വെച്ചിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യണതൊന്നും കാണിക്കണില്ല കേട്ടോ, ലെങ്ത് ഒരുപാട് കൂടണ്ടെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ലൈനിങ് വെച്ചടിക്കേണ്ടത്. യോക്ക് പോർഷനും താഴെയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൈനിങ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപ്പൊന്നും കുത്തി തറക്കില്ല കുഞ്ഞുമക്കൾക്ക്. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ടൈ ചെയ്യാനായിട്ടുള്ള ഭാഗത്തേക്കാട്ടോ 3 ഇഞ്ച് വീതിയും 14 ഇഞ്ച് നീളമാണ് എടുത്തേക്കണേ. ഇങ്ങനെ സൈഡിൽ കൂടെ എന്നിട്ട് നമുക്ക് നല്ല വശവും ചേർന്ന വിധത്തിൽ വെച്ചിട്ട് നമുക്ക് നല്ല വശം ഉൾഭാഗത്തേക്ക് വന്ന രീതിക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ അടിച്ചു കൊടുത്തിട്ട് മറിച്ചിടാം. നമ്മളങ്ങനെ 2 ടൈ ചെയ്യാനായിട്ടുള്ളത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യേ വേണ്ടൂ. അപ്പം അതിനായിട്ട് നമുക്ക് നല്ല വശങ്ങൾ ഫേസ് ചെയ്യണ രീതിക്ക് വെച്ചിട്ട് അതിൻ്റെ സ്റ്റിച്ച് ചെയ്യണേക്ക് മുന്നേ ടൈ ചെയ്യേണ്ടത് ഉള്ളിൽ വെക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ മറന്നു പോയിട്ട് ആദ്യം അഴിച്ചിട്ട് ആദ്യം വെക്കലാണ് എൻ്റെ പണി. അപ്പം അത് മറക്കാണ്ട് വെക്കുക, എന്നിട്ട് ചെയ്യാം. ഇത് ഞാൻ ആ ലൂപ്പുമ്മ ഹാങ്ങിങ്സ് പോലെ ഉണ്ടാക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യണം. സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യണത് ഇതുപോലെയാണ് കേട്ടോ. യോക്കിൻ്റെ ആ ഭാഗം വരെ നമ്മൾ യോക്ക് ജോയിൻ ചെയ്യണം. ഇവിടെ വരെ നമ്മൾ അടിച്ച് കുത്തി നിർത്തിയിട്ട് നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഇതുപോലെ സ്ട്രെയിറ്റ് ആക്കി പിടിച്ചതിന് ശേഷം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം. ഓക്കെ, മനസ്സിലായി? നിനക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ജോയിൻ ചെയ്യണ ആ ഭാഗമൊന്നും കുത്തിത്തറക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കണ്ടോ, അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അങ്ങനെ നമുക്ക് 2 വശവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് മറിച്ചിടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നത്. ഇനി നമുക്ക് 3 ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ യോക്കിൻ്റെ അവിടെ അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഫ്ലവർ ഉണ്ടാക്കണതൊന്നും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കണില്ല. വീഡിയോ സെപ്പറേറ്റ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം. വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.